ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തത്. അതായത് ഓരോ പവർ പ്രൊഡ്യൂസർ കമ്പനിയും 100 സംരംഭങ്ങൾ അടുത്ത 100 ദിവസത്തിൽ തുടങ്ങണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നോട്ടല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സംരംഭകർക്ക് വേണ്ടിയുള്ള ഒരു ശില്പശാല സംഘടിപ്പിക്കും. അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കോക്കനട്ട് ബേസ്ഡ് പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഇന്ന് നടന്ന അവയർനെസ് ശില്പശാല. നമ്മുടെ മറ്റൊരു ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം നമ്മൾ പ്രൈവറ്റ് പ്രോജക്റ്റ് ആയിട്ട് നടപ്പിലാക്കി. അവിടെ നമ്മൾ 10 FPO ഉണ്ടാവും. അപ്പൊ അവരുടെ മുന്നിൽ നമ്മൾ 100 ദിവസം കൊണ്ട് 1000 സംരംഭങ്ങൾ തുടങ്ങുമെന്നുള്ള ലക്ഷ്യം വെച്ചു. എന്നിട്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം അവസാനം നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നിരന്തരമായ മീറ്റിങ്ങുകളും ട്രെയിനിങ് പ്രോഗ്രാംസും നമ്മൾ സംഘടിപ്പിച്ചു. ഏപ്രിൽ 5-ാം തീയതി നമ്മൾ അതിന്റെ ആദ്യത്തെ ഉദ്ഘാടന സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചു. ആ ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് 349 പേർക്ക് അവർ തുടങ്ങുന്ന സംരംഭത്തിന് ആവശ്യമായ ബാങ്ക് ലോണിന്റെ സാങ്ഷൻ ഓർഡറുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പറയുമ്പോൾ നമുക്ക് സാധ്യമാണെന്നൊക്കെ തോന്നിപ്പോകും. ഏകദേശം 12-13 കോടി രൂപയുടെ ലോണുകൾ അന്ന് നമ്മൾ ഡിസ്പോസ് ചെയ്യും. ബാങ്കിന്റെയും റീജിയണൽ മാനേജേഴ്സൊക്കെ വന്നിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തില് ഈ സംരംഭങ്ങൾ തുടങ്ങാൻ പലരും മുന്നോട്ട് വരും. പക്ഷേ നമ്മൾ ബാങ്കിങ് മേഖലയിലേക്ക് പോകുമ്പോൾ 1 മാസം 3 മാസം കയറി ഇറങ്ങിയാലും അവർക്കൊന്നും ഒരിടത്ത് എത്തില്ല. അപ്പൊ ഈ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത്. ഇപ്പൊ നമ്മുടെ സംരംഭ വർക്ക്ഷോപ്പില് നമ്മുടെ ജില്ലാ വ്യവസായ ഓഫീസർ പ്രതിനിധി അല്ലെങ്കിൽ ജില്ലാ ബിസിനസ് ഓഫീസർ വരും. കൃഷി വകുപ്പിന്റെ അഡീഷണൽ ഡയറക്ടർ അല്ലെങ്കിൽ കൃഷി ഓഫീസർമാരെ പങ്കെടുക്കും. ബാങ്കിന്റെ പ്രതിനിധികളും പങ്കെടുക്കും. ഇപ്പൊ ഒരാളൊരു ആശയമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഏത് സ്കീമിൽ പെടുത്തി എങ്ങനെ ലോൺ കൊടുക്കാന്നുള്ളത് അവിടെ വെച്ചൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് അവർ തിരിച്ചു പോകും. തിരിച്ചു പോകുന്ന സമയത്ത് ഇന്ന് മാഡം സംസാരിച്ചു, നമ്മുടെ എല്ലാ പഞ്ചായത്തിലും വ്യവസായ വകുപ്പിന് ഒരു സംരംഭകർക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റേറ്റർ ഉണ്ട്. അപ്പൊ നമുക്കൊരു സംരംഭമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ പ്രോജക്ട് റിപ്പോർട്ട് എഴുതുന്നത് തൊട്ട് ബാങ്കിലേക്ക് ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത് വരെ അത് സംരംഭം നിങ്ങൾ മെഷീനറി ഓർഡർ ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരെ അവരുടെ സേവനം നമുക്ക് ലഭിക്കും. ഇതിന് ഒന്നിനും തന്നെ നമുക്ക് പൈസ, നമ്മളെ പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കുന്നവർക്ക് പൈസ വേണം. ലൈസൻസുകൾ എടുക്കുക എല്ലാം തന്നെ ഫെസിലിറ്റി ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ബാങ്കിൽ പോകും. ബാങ്കിൽ പോകുന്ന സമയത്ത് പലപ്പോഴും അതിനകത്ത് അവര് അത് ഇല്ല. നമ്മൾ ഈ 349 അന്ന് കൊടുത്ത സമയത്ത് ഒരു വ്യക്തി നമ്മുടെ ഷെയർ ഹോൾഡർ അദ്ദേഹം എൻ്റെ അടുത്ത് നോക്കി, കഴിഞ്ഞ 3 മാസമായി 5 ലക്ഷം ലോണിന് വേണ്ടി ഞാൻ കാനറ ബാങ്കിൽ കയറി ഇറങ്ങണം. കാനറ ബാങ്ക് റീജിയണൽ മാനേജർ ഡയസിലിരിക്കുകയാണ്. അദ്ദേഹം സ്വന്തമായി ഇപ്പൊ അപ്പോഴേ ആ ഡയറക്ടറായിട്ട് നമ്മുടെ റീജിയണൽ മാനേജർ ഞാൻ ഇങ്ങനെ ഒരാളെന്താ വന്നിരിക്കുന്നു, ഇദ്ദേഹം 3 മാസമായി ബാങ്ക് കയറി ലോൺ കിട്ടുന്നില്ല. അദ്ദേഹം അപ്പോഴവിടെ ഇരുന്നുകൊണ്ട് അവിടെ മാനേജറെ വിളിച്ചു, എന്തായിരുന്നു പ്രശ്നം. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്വത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് അപ്പോഴേക്കും നിങ്ങൾ നാളെ ബാങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ശരിയാക്കി. അപ്പൊ ആ ഒരു ഫോൺ കോളിൽ ചെയ്യാനുള്ള കാര്യം 3 മാസം ഒരാൾ ബാങ്കിൽ കയറിയാണ്. ഇപ്പൊ നമ്മുടെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനികളെന്ന് പറയുന്നത് ഈ ഒരു ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ട് സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ സംവിധാനമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിക്ക് നമ്മുടെ ഷെയർ ഹോൾഡറായിട്ട് അറിയുന്നവർക്ക് 2 കോടി രൂപയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ജാമ്യം കൊടുക്കാതെ 2 കോടി രൂപയുടെ സംരംഭങ്ങൾ ഓരോ കമ്പനിക്ക് തുടങ്ങാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ല, ഈ 349 പേർക്ക് ഈ ലോൺ കൊടുത്തതിനകത്ത് ഒരാളുടെ പോലും ജാമ്യം എടുത്തിട്ടില്ല. ഒരാളുടെ പോലും ഫസ്റ്റ് ജാമ്യം വെച്ചിട്ടില്ല ലോൺ കൊടുത്തത്. ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഗ്യാരണ്ടിയിലാണ് അവർക്ക് ലോൺ കൊടുത്തത്. ഈ നേരത്തെ പറഞ്ഞ പോലെ PMFME സ്കീമിലും PMEGP സ്കീമിലും 35% സബ്സിഡിയോടാണ് ലോൺ കൊടുക്കുന്നത്. ഇവിടെ സാർ പറഞ്ഞ 25% ടോട്ടൽ പ്രോജക്ട് കോസ്റ്റിന്റെ സബ്സിഡിയാണ്. PMFMEയിലാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് 25% സബ്സിഡിയാണ്. ചെറിയ വ്യത്യാസമുണ്ടാവും. പക്ഷെ ഇവിടെയും വേണം ഒരു കാര്യം പറഞ്ഞിട്ട് പോയി. അതായത് ഇപ്പോഴത്തെ ഫണ്ടാണെങ്കിൽ നമ്മൾ ഒരു സ്കീമിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ സ്കീമിൽ മാത്രമേ നമുക്ക് സബ്സിഡിയോ അതിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ PMFMEയിൽ ഒരു ലോൺ എടുക്കുന്ന സമയത്ത് 10 ലക്ഷത്തിന്റെ ലോൺ എടുത്തു, നമ്മൾ 35% സബ്സിഡി അവൈൽ ചെയ്യും.
നമുക്ക് ആ സബ്സിഡിയിൽ തന്നെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ കൂടെ അതിനകത്ത് ക്ലബ് ചെയ്യാം.